പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈസ്റ്ററൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ. ഈ അവസരത്തിൽ ഒരു നല്ല കാര്യം നിങ്ങളോട് പങ്കുവെക്കട്ടെ. കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ജ്യേഷ്ഠന്റെ മകൻ മിഷൻ പ്രവർത്തനം നടത്തുന്ന മനില ഫിലിപ്പൈൻസിൽ 2 ആഴ്ചത്തേന് പോയിരുന്നു. അവിടെ കണ്ട മനോഹരമായ ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി അല്പം ഞാൻ പറയണം എന്ന് ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. ഞാനവിടെ 15 ദിവസമേ ചിലവഴിച്ചുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരനുഭവം അവിടെ ദർശിച്ചു. ഞാൻ 106 രാജ്യങ്ങൾ ചുറ്റി നടന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ക്രൈസ്തവ യൂറോപ്പ് മുഴുവൻ നിങ്ങൾക്കറിയാം, ഞാൻ ധ്യാന പ്രസംഗങ്ങൾക്കായിട്ട് പോകുന്നുണ്ട്. ഒരിടത്തും കാണാത്ത ഒരു പ്രതിഭാസം ആണ്. ഒന്ന്, പരമപ്രധാനമായത് ആ സ്നേഹത്തിന്റെ പങ്കുവച്ചുള്ള ഒരു ജീവിതം. പ്രിയപ്പെട്ടവർ, ഞാൻ നേരിട്ട് കണ്ടതും അതുപോലെ മറ്റു വൈദികർ MSFസിലെ അവിടുത്തെ മിഷണറിമാർ എന്നോട് പങ്കുവച്ചതും, പ്രത്യേകിച്ച് എന്റെ ജ്യേഷ്ഠന്റെ മകൻ പങ്കുവച്ചതും എനിക്ക് ഹൃദയാനന്ദം തന്നു. നോയമ്പ് കാലത്താണ് പറയാണ്, ഇറച്ചി തിന്നാതിരിക്കുന്നോ മീൻ തിന്നാതിരിക്കുന്നോ അല്ല പ്രാധാന്യം, പിന്നെയോ പരസ്പരം രമ്യപ്പെടുക. അവർ ഭവനങ്ങൾ സന്ദർശിച്ച് ഏതെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി പറഞ്ഞ് പരസ്പരം രമ്യപ്പെട്ട് ഒരുപക്ഷെ കാലുപിടിച്ച് പരസ്പരം ഒന്നിച്ചിരുന്ന് ചോറുണ്ടിച്ച് ആഹാരം കഴിക്കും. അവർ തമ്മിൽ അങ്ങനെ വലിയ പിണക്കമുള്ളവരല്ല. ഇനി അഥവാ മനുഷ്യനല്ലേ, ബലഹീനതയിൽ പിണക്കമുണ്ടെങ്കിൽ ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം നോയമ്പ് അതാണ്. മാത്രമല്ല, അങ്ങനെ പോകുമ്പോൾ ഒരുപക്ഷെ ചില വീടുകളിൽ പാവങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യയേക്കാൾ പാവപ്പെട്ട ഒരു രാജ്യമാണ് ഫിലിപ്പൈൻസ്. മനില അതിന്റെ തലസ്ഥാനം ആണ്. ഏറെ പാവങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയും. ഞാൻ ചെന്ന സ്ഥലത്തിനടുത്ത് 5000 പേരുടെ അനാഥശാലയുണ്ട്. അത് നടത്തുന്നത് ബ്രിജിറ്റൈൻ സിസ്റ്റേഴ്സാണ്. അവർ പറഞ്ഞത് എന്നെ ഒത്തിരി ആകർഷിച്ചു. അതായത് കെട്ടിടമുണ്ടാക്കി, പക്ഷേ അനുദിനമുള്ള ഭക്ഷണം ഈ 5000 പേർക്കും ആളുകൾ കൊണ്ടു കൊടുക്കുകയാണ്. എന്തിനു പറയണ്ടു, എന്റെ സെമിനാരി, ഞങ്ങളുടെ MSFന്റെ സെമിനാരി സന്ദർശിക്കാൻ ചെന്നപ്പോൾ ഒരു 10 ചാക്കരിയുമായിട്ട് കുറെ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിപ്പോയില്ല, കാരണം സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട്. അവിടെയുള്ളവരൊക്കെ കാറിൽ ഇരുന്ന് ഞാൻ കണ്ടതേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചു, എന്തായി ചാക്ക് കെട്ടുമായിട്ട് വന്നിരിക്കുന്ന? അരിയാന്ന് പറഞ്ഞു. അത് അവരുടെ പ്രധാന ഭക്ഷണം നമ്മളെപ്പോലെ അരിയാണ്, ചോറാണ്. അപ്പോൾ അവർ ത്യാഗം ചെയ്ത് ഉണ്ടാക്കിയ ആ പൈസ കൊണ്ട് വാങ്ങിച്ച അരി സെമിനാരിക്കാർക്ക്, ചെമ്മാച്ചന്മാർക്ക് ഉണ്ണാൻ കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നോയമ്പ് കാലത്തിന്റെ ഒരുക്കം ഇങ്ങനെ രമ്യപ്പെടലും സ്നേഹിക്കലും പങ്കുവയ്ക്കലും. വീടുകളിൽ ചെല്ലുമ്പോൾ അവർ കാണുകയാണ് പാവപ്പെട്ടവരുണ്ടോ, അവരെ സഹായിക്കും. ഒരു പുര മോശമായി കിടക്കുന്നു, അവരെല്ലാവരും കൂടി അത് പണം മുടക്കി നന്നാക്കും. അതുപോലെ ഏതെങ്കിലും ഒരുപക്ഷെ രോഗിയായിരിക്കാം, അവിടെ മരുന്നും ആശുപത്രിയൊക്കെ ഒത്തിരി ചെലവുണ്ട്. ഇവ കൈ തുറന്നവരെ സഹായിക്കും. അപ്പോൾ എന്നോട് എന്റെ മരുമകൻ, ചേട്ടന്റെ മകൻ പറയുകയായിരുന്നു, അച്ഛൻ അറിയാമല്ലോ, ലോകം മുഴുവനും ഫിലിപ്പീനോസ് ജോലി ചെയ്യുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ. നമുക്കറിയാം, ഫിലിപ്പീനോ നഴ്സുമാരെ ലോകം മുഴുവൻ മലയാളികളെ കാണുന്ന പോലെ കാണാം. യൂറോപ്പില്, അമേരിക്കയില്, ഗൾഫ് രാജ്യങ്ങളിലെല്ലാം
കാണാൻ സാധിക്കും. പൊക്കം കുറഞ്ഞ മൂക്ക് വരുന്ന ഒരു ചൈന പ്രകൃതിയുള്ള സുന്ദരികളായ പെൺകുട്ടികൾ, നേഴ്സുമാർ. അവര് വിഷമിച്ച് വിസയൊക്കെ മേടിച്ചു. അതിനുശേഷം പോകും. അവിടുന്ന് അവധിക്ക് വരുമ്പോൾ ഇടവകയിൽ ഉള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു കൊച്ചു സമ്മാനമെങ്കിലും മേടിച്ചു വരും. അത് എക്സ്ട്രാ ലഗേജ് കാശ് കൊടുത്താ വരുന്നത്. അത് അവിടെ അയൽക്കാരുടെ സ്നേഹമരാണ്. അവർക്ക് സമ്മാനവുമായിട്ട് വരും. എല്ലാവരുടെയും വീടുകളിൽ പോയി 1 കൊല്ലം കഴിഞ്ഞായിരിക്കാം, 2 കൊല്ലം കഴിഞ്ഞായിരിക്കാം വരുന്നത്. ഈ സമ്മാനങ്ങൾ കൊടുക്കും. ഒരു ബിസ്ക്കറ്റ് ആയിരിക്കാം, ഒരു കേക്കായിരിക്കാം, ഒരു പേനായിരിക്കാം, എന്തുവാട്ടെ. പ്രിയമുള്ള, ആ വസ്തുവിലല്ല ആ സ്നേഹം അടങ്ങിയിരിക്കുന്നത്. വികാരി അച്ഛനും അത് അച്ഛന്മാർക്കും കൊണ്ട് കൊടുക്കും. രൂപ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ, ലോഹയ്ക്കുള്ള തുണി, വസ്ത്രത്തിനുള്ള തുണി, എന്തെങ്കിലും ആ സമ്മാനമായിട്ട് അവർ വരികയുള്ളൂ. ഇനി വന്നു കഴിഞ്ഞാലോ ഉടനെ സ്ഥലം മേടിക്കുകയോ കാറ് മേടിക്കുകയോ വീട് പണിയുകയോ അല്ല ചെയ്യുന്നത്. അവിടെ ചെന്നാൽ വലിയ വലിയ മാളിക നമ്മുടെ നാട്ടിലെ പോലില്ല. നമ്മൾ നാട്ടിൽ നമുക്കറിയാം, ഗൾഫിലൊക്കെ ജോലി ചെയ്തും അമേരിക്കയിൽ ജോലി ചെയ്തും ബ്രഹ്മാണ്ഡമായ വീടുകൾ ഇപ്പൊ ചുമ്മാ കിടക്കുകയാണ്, ശൂന്യമായി കിടക്കുന്നു. അത് അങ്ങനെ അവർ ചെലവാക്കില്ല. അവരെന്താ ചെയ്യുന്നറിയാമോ? അത് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നാട്ടിൽ പാവങ്ങളായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ അവരെ സഹായിക്കും ഉണ്ടാക്കിയ പണം കൊണ്ട്. മാത്രമല്ല, ആർക്കെങ്കിലും കടമുണ്ടെങ്കിൽ അവരുടെ കടം വീട്ടിൽ കൊടുക്കും. ഹല്ലേലൂയ. അതാണ് അവരുടെ സ്വഭാവം, അവരുടെ അനുകമ്പ, സ്നേഹം കാണിക്കുക. ഇനിയും തിരിച്ചു പോകുമ്പോൾ 1 മാസത്തെയോ 2 മാസത്തെ അവധി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സമ്പാദിച്ചതെല്ലാം തീർന്നു എന്ന് മാത്രമല്ല, കടവും തലയിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അതായത് മറ്റുള്ളവരുടെ കടങ്ങൾ വീട്ടി സ്വയം കടത്തിലായിട്ട് പോകും. ഇതാണ് സ്നേഹം. മറ്റുള്ളവരുടെ ഭാരം ചുമക്കുക, മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ അലിവ് തോന്നി മനസ്സിലാക്കുക. ഞാനപ്പോൾ ഓർത്തുപോയാൽ നമ്മുടെ നാട്ടിലൊക്കെയും വിദേശത്ത് പോയി വരുന്നവരെ വലിയ പുര പണിയുന്നു, ബംഗ്ലാവ് പണിയുന്നു, മാളിക പണിയുന്നു, സ്ഥലം മേടിച്ചു കൂട്ടുന്നു. എന്നാൽ എത്രയോ പാവങ്ങളുണ്ട് കടം കയറി മുടിഞ്ഞ ആത്മഹത്യ പോലും ചെയ്യുന്നവർ. എന്നാൽ അവരെയൊക്കെ ഒന്ന് സഹായിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ എനിക്ക് അവിടെ കണ്ട ആ മാതൃക ഒത്തിരി ഹർദാകർഷിച്ചു. വെറുതെ എനിക്ക് അവിടെ ഒത്തിരി സ്നേഹം തോന്നി. ഇവിടെ പറയട്ടെ, നിങ്ങൾക്കറിയാം, ഫിലിപ്പൈൻസ് ഒരു കത്തോലിക്ക രാജ്യമാണ്. പണ്ടൊക്കെ 99% കത്തോലിക്കരായിരുന്നു. ഇപ്പൊ കുറെ പ്രൊട്ടസ്റ്റന്റുകാരുണ്ട്, എന്നാലും ക്രിസ്ത്യാനികൾ എന്ന് എനിക്ക് പറയാൻ കഴിയും. ജീവിക്കുന്ന ക്രിസ്തീയരാണ് അവിടെ ഉള്ളത്. ക്രിസ്തീയത യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരാണവർ. മാത്രമല്ല, പള്ളി വന്നാലോ അച്ഛന്മാർക്ക് കൊടുക്കുന്നതിന് യാതൊരു പിശുക്കുമില്ല. അച്ഛന്മാരെ വലിയ സ്നേഹമാണ്, അപ്പനെപ്പോലെ അവർ കാണുന്നത്. അപ്പോൾ എന്നോട് ജിജി, എന്റെ ചേട്ടന്റെ മകൻ അച്ഛൻ പറയായിരുന്നു, എല്ലാ കുർബാനയ്ക്കും കാഴ്ചവെപ്പ് സമയത്ത് കാസായും പീലാസായും കൈപ്പിടിച്ചുള്ള ഒരു സമർപ്പണ പ്രദർശനം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു 10-20 പേരെങ്കിലും കവറിൽ രൂപ കൈപ്പിടിച്ചുകൊണ്ട് വരും. അത് അച്ഛന് കൊടുക്കാൻ. അതിന് കണക്കൊന്നും അച്ഛൻ ആർക്കും കൊടുക്കണ്ട. അത് അച്ഛന് വ്യക്തിപരമായി ഇഷ്ടം പോലെ ചിലവാക്കാം. എല്ലാ കുർബാനയ്ക്കും ഇട ദിവസമായാലും ഞായറാഴ്ച ആയാലും പള്ളിക്കുള്ളത് അവരെ വേറെ കളക്ഷൻ സ്തോത്രക്കാഴ്ചയെടുക്കും. വൈദികരോ രാവിലെ മുതൽ വൈകിട്ട് വരെ അവരുടെ കൂടെയാണ്. ഇടയൻ ആടുകളുടെ കൂടെ. രാവിലെ പ്രാർത്ഥിച്ച് എന്റെ സമൂഹത്തിലാണെങ്കിൽ ആ കുർബാനയൊക്കെ കഴിഞ്ഞ് ആഹാരം, പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് മോട്ടോർ സൈക്കിളും എടുത്ത്, പലർക്കും മോട്ടോർ സൈക്കിളേ ഉള്ളൂ, കാറൊന്നുമില്ല. ചിലർക്ക് ചുരുക്കമായിട്ടുണ്ട് കാറ്. പോവുകയാണ് ഓരോ വീട് തോറും അവരെ സ്നേഹിക്കാൻ, അവിടെ ഒത്ത് പ്രാർത്ഥിക്കാൻ, രോഗികളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ, കുമ്പസാരിപ്പിക്കാൻ. വൈകുന്നേരേ തിരിച്ചു വരും. ഒരിക്കലും ഉച്ചഭക്ഷണത്തിന് ഒന്നിച്ചു കൂടാൻ ഒരു സമൂഹത്തിന് പറ്റില്ല. അതാണ്
അച്ഛന്മാർക്ക് അവരോടുള്ള സ്നേഹം. അതുകൊണ്ടറിയാം അവരുടെ അച്ഛന്മാരെ കിട്ടുന്നില്ല അവർക്ക് വേണ്ടി ചെലവാക്കുമെന്നും. അങ്ങനെ ഒരു അപ്പൻ മക്കൾ ബന്ധം ഓരോ ഇടവകയിലുമുണ്ട്. വാസ്തവത്തിൽ നമുക്കും ഉണ്ടാകേണ്ട ഒന്നാണ്. ആടുകളെ പോറ്റുന്ന ഇടയന്മാർ, അതാണ് ഞാൻ കണ്ടത്. അതിനെത്ര അധ്വാനിക്കും, ചിലപ്പോൾ പാതിരായ്ക്കൊക്കെയാണ് തിരിച്ചു വരുന്നത്. ആഹാരം എല്ലാം ആളുകൾ കൊടുത്തോളും, ഒരു കടയിലും പോയി മേടിക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണം പറയട്ടെ, ഞാൻ പോരുന്നതിന് ഒരു ദിവസം മുമ്പ് ഒരു രോഗശാന്തി പ്രാർത്ഥനയും കുർബാനയും നടത്തി. ഞാൻ നടത്തിയ എല്ലാ കുർബാനയിലും നൂറുകണക്കിന് ആൾ വരികയായിരുന്നു. പള്ളിയിൽ പോയി 2-3 സ്ഥലത്തെ ഞാൻ കുർബാന ചൊല്ലിയുള്ളൂ. ഞാൻ താമസിച്ച ഒരു കൊച്ചു സ്ഥലം സാമൂഹ്യ പ്രവർത്തനം, പാവങ്ങൾക്ക് ചോറ് കൊടുക്കുകയും അവരെ തുന്നൽ ക്ലാസ് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ അവരെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റെ ജ്യേഷ്ഠന്റെ മകൻ ഫാദർ ജിജി ചെയ്യുന്നത്. അടുത്തൊരു കാലത്ത് അതിനായിട്ടൊരു കെട്ടിടം പണിതു. അത് 4-5 മുറി, അതും വളരെ ലളിതമായിട്ട്. എനിക്ക് തന്നെ കഷ്ടിച്ച് അവിടെ താമസിച്ചത് ഒരു സഹനമായിരുന്നു. അവിടുത്തെ എന്റെ 15 ദിവസത്തെ താമസം എന്ന് പറയട്ടെ. കാരണം നിങ്ങൾക്കറിയാലോ, എന്റെ ബലഹീനത കൊണ്ട് ഈ വീൽ ചെയറുമായിട്ട് ടോയ്ലറ്റിൽ പോകാനും കിടക്കയിലേക്ക് മാറാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവരെ കണ്ടപ്പോൾ അതെല്ലാം അങ്ങ് മറന്നുപോയി. ആ വേദനയൊന്നും വേദനയല്ല, ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ അവരുടെ കൂടെ കഴിഞ്ഞുകൂടിയത്. അപ്പൊ ഞാൻ വരുന്ന തലേദിവസം തലേദിവസം പറഞ്ഞു, അവസാനത്തെ ദിവസമാണ് മഞ്ഞാക്കളച്ചൻ, കുർബാനയ്ക്ക് വരാം, ഒരു രോഗശാന്തി പ്രാർത്ഥനയുമുണ്ട്. ഈ കെട്ടിടത്തിന്റെ മുമ്പിൽ ഒരു 100 പേർക്ക് പോലും ഇരിക്കാൻ സൗകര്യമില്ല. കസേരയിട്ടാൽ 50 പേർക്ക് ഇരിക്കത്തുള്ളൂ. കുർബാന തുടങ്ങിയപ്പോൾ ഒരു 500 പേരോളം വന്നു. നിൽക്കുകയാണ് അവിടെ ഇവിടെ എല്ലാം, കല്ലിന്റെ പുറത്തും പുല്ലിന്റെ പുറത്തും. എങ്ങനെയും ആ ബലി പങ്കുകൊള്ളുക. നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആഹാരമൊന്നും ഇവിടെ കിട്ടില്ല, വേണമെങ്കിൽ അവരവർ കൊണ്ടുവരണമെന്ന്. പ്രിയപ്പെട്ടവരെ, കുർബാന, രോഗശാന്തി പ്രാർത്ഥന, നിങ്ങൾ ചിലപ്പോൾ എന്റെ വീഡിയോയിൽ അത് കണ്ടു കാണും, എന്റെ ഇന്റർനെറ്റില്, എന്റെ യൂട്യൂബില്. അതിനുശേഷം ഇവർ ആഹാരം പങ്കുവച്ചപ്പോൾ 500 പേർക്കല്ല 5000 പേർക്കുള്ള ആഹാരമുണ്ടായിരുന്നു. അപ്പോൾ എന്റെ മനസ്സിലോർത്തു, കർത്താവ് എങ്ങനെയാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയത്? ഏതോ ഒരു പണ്ഡിതൻ പറഞ്ഞതുപോലെ ഒരാൾ പൊതി അഴിച്ചപ്പം എല്ലാവരും അവരുടെ പൊതികൾ അഴിച്ചുവെന്ന്. അങ്ങനെയാണ് 5000 പേരെ തീറ്റിയത് എന്ന്. ഞാൻ ബൈബിൾ തെറ്റായി വ്യാഖ്യാനിക്കുകയല്ല ചെയ്യുന്നത്. സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലാണ് യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം. അതവിടെ മുഖത്ത് കാണാം. മ്ലാനതക്കാരെ കാണില്ല, ഡിപ്രസ്ഡായിട്ട് ആരുമില്ല, എല്ലാവരും സന്തോഷം മുഖത്ത്, വല്ല ചിരിച്ചേ നടക്കുകയുള്ളൂ. പിന്നെ നമ്മൾ പറയുന്നതിൽ നല്ല ജോളിയായി എന്ന് പറഞ്ഞാൽ അവർ തിന്നും കുടിച്ചും ജീവിക്കും. അവർ നാളെപ്പറ്റി അധികം ചിന്തിക്കുന്നൊന്നുമില്ല. കരുതി വെക്കണം, ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ മക്കളുടെ ഭാവി, കൊച്ചുമക്കളുടെയും ഭാവിക്ക് അത് ബാങ്കിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ പറമ്പ് മേടിച്ചു വെക്കുക, വീട് പണിയുക, അങ്ങനെ ഒരു ചിന്ത അവർക്കില്ല. ദൈനംദിനം അന്നിന്നപ്പം ഭക്ഷിച്ച്, അത് പങ്കുവച്ച് ഭക്ഷിച്ച് അതിന്റെ സന്തോഷം അനുഭവിച്ചുള്ള ഒരു കൂട്ടരെയാണ് അവിടെ കാണുകയുണ്ടായത്. അപ്പോൾ എന്റെ മനസ്സിൽ ഓർത്തത്, ആദിമസഭയെപ്പറ്റി നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. 2-ാം അധ്യായം, അത് പെന്തക്കൊസ്ത കഴിഞ്ഞുണ്ടായ ആദിമ ക്രൈസ്തവരുടെ കൂട്ടായ്മ അഥവാ ആദിമ സഭ എന്തായിരുന്നു എന്ന് ഞാനൊന്ന് വായിച്ചോട്ടെ. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 2:44 മുതൽ. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി പങ്കുവച്ചു. അവർ ഏക മനസ്സോടെ താൽപര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ള, ഏകദേശം ഇതിന്റെ ഒരു പകർപ്പാണ് ഞാൻ മനില ഫിലിപ്പൈൻസിൽ കണ്ടത്.
എന്ന അതിശോക്തി കൂടാതെ പറയുകയാണ്. അത് നിങ്ങൾക്കവിടെ പോയാൽ കാണാൻ സാധിക്കും. ആ ബ്രിജിറ്റൈൻ സിസ്റ്റേഴ്സ് പറഞ്ഞു, അത് 5000 അനാഥ പിള്ളേരോ വലിയവരൊക്കെ ഉണ്ടെങ്കിലും അനുദിനം ആളുകൾ പൈസയോ ആഹാര സാധനങ്ങളെ കൊണ്ട് കൊടുക്കും. അതുകൊണ്ട് അവർക്ക് അക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് വിദേശപ്പണം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ അവർ തന്നെ പങ്കുവച്ചു കൊടുക്കും. അങ്ങനെ ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മുടെ ഇവിടെയൊക്കെ നമുക്കറിയാമോ, ഞങ്ങൾ അച്ഛന്മാരായാലും അത്താമാരായാലും എല്ലാം വിദേശപ്പണം കൊണ്ടുവന്ന് ചെലവാക്കുന്നു. എന്നാൽ സ്വദേശത്തുനിന്നോ സ്വന്തമായുള്ളതൊന്ന് പങ്കുവയ്ക്കാൻ എന്ത് വിമുഖതയാണ് എന്നതൊക്കെ ചിന്തിക്കേണ്ട ഒരവസരമായിരുന്നു എനിക്ക്. അത് ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ കർത്താവ് തരും. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ലൂക്കായുടെ സുവിശേഷം 6:38, കൊടുക്കും തോറും ഏറിടും, മടിയിൽ അളന്ന് ഈശോ തരും. നമ്മൾ പിശുക്ക് കാണിക്കുന്നിടത്തോളം, സ്നേഹം പങ്കുവയ്ക്കാതിരിക്കുന്നിടത്തോളം കാലം സ്നേഹം വറ്റിപ്പോകും. മാത്രമല്ല സമൃദ്ധിയും ഇല്ലാതാകും. അതുകൊണ്ടാണ് നമ്മൾ എന്നും പാപ്പരത്തം പറയുക, ഇല്ലേ ഇല്ലേ. ഗൾഫിലും യൂറോപ്പിലൊക്കെ പോയി പണം സമ്പാദിച്ചവരും പറയും ഇല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇല്ലച്ച. അച്ഛന്മാരും പറയും, കന്യാസികളും പറയും, ഇവിടെയുള്ള ധനവാന്മാരും മുതലാളിമാരും പറയും ഇല്ല അച്ചോ. ഇതെല്ലാം ഉണ്ടായിട്ടും തേയിലത്തോട്ടമുണ്ട്, റബ്ബർ തോട്ടമുണ്ട്, അവിടെയെല്ലാം ആദായമുണ്ട്. മാത്രമല്ല ബിസിനസ് ചെയ്ത ആദായമുണ്ട്, എന്നാലും ഇല്ല. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? കൊടുക്കുന്നില്ല. നിനക്ക് നൽകപ്പെടുമെന്ന കർത്താവിന്റെ വാക്കാണ്. അത് പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യ ജീവിതത്തെ നമുക്ക് അല്പം സ്നേഹം പങ്കുവെക്കുന്നത് ആക്കാം. അത് ഈസ്റ്ററിന്റെ സന്ദേശം പോലെ, അഥവാ ഈശോ തുടർന്ന് ഉള്ള, അല്ലെങ്കിൽ പെന്തക്കോസ്ത കഴിഞ്ഞുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ കത്തോലിക്ക ജീവിതം അങ്ങനെ ഒന്ന് കരുപ്പിടിപ്പിക്കുന്നത് ഒരുപക്ഷെ നല്ലതാണ്. ഈ വചനം കേൾക്കുന്ന കുറെ പേരെങ്കിലും ഇതിലേക്ക് വരട്ടെ. അവർക്ക് മരണത്തെ ഭയമില്ല. മരിച്ച സ്വർഗത്തിൽ പോകുന്നവർക്ക് ഷുവറ, ഹല്ലേലൂയ. ആർക്കൊരു ഭയമില്ല. കാരണം അവർ ഈശോയോടുകൂടിയാണ് ജീവിക്കുന്നത്. പള്ളി പോവും, എല്ലാ ദിവസവും എന്നപോലെ പള്ളി പോവും. ഇനി ജോലിക്കാരൊക്കെ പോയാലും ഞായറാഴ്ച ഒരിക്കലും വിടില്ല. എല്ലാ കുർബാനയ്ക്കും നിറച്ച ആളാണ്. എന്റെ ജ്യേഷ്ഠന്റെ മകൻ പറയുകയായിരുന്നു, എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇതാണ്. ഒരു ദിവസം 3, 4, അത് നോയമ്പ് കാലമോ ക്രിസ്മസ് കാലമോ ആണെങ്കിൽ ചിലപ്പം 8ഉം 9ഉം കുർബാന ഒരച്ഛൻ ചെല്ലേണ്ടി വരും. ഓരോ സ്ഥലത്തും മാറി മാറി പോകും. പള്ളി ഒന്നേ കാണും, ചിലത്തൊക്കെ സബ്സ്റ്റേഷൻ, ചിലപ്പോൾ ചുമ്മാ അതെ വെറുതെ ഓരയോ അല്ലെങ്കിൽ തുണിയോ വെച്ചുള്ള കൂടാരം പോലെ ഉണ്ടാക്കി കുർബാനയില്ലും. അവിടെ അത് വലിയ അലങ്കാരമോ മെഴുകുതിരിയോ അല്ലെങ്കിൽ മെഴുകുതിരിക്കാലോ അല്ലെങ്കിൽ ധൂവക്കുറ്റിയോ അല്ലെങ്കിൽ വലിയ അൽത്താരയോ ഒന്നും അല്ല അവർക്ക് പ്രശ്നം. ബലിയാണ്. കുർബാനയ്ക്ക് പോകണം. ഇനിയും അവരെ പലരും അവിടുത്തെ ഭാഷ അറിയത്തുള്ളൂ, ഇംഗ്ലീഷ് അറിയാവുന്നവരാണ് ഏറിയ പങ്കെങ്കിലും. ഞാൻ കുർബാനയെല്ലാം ഇംഗ്ലീഷിലായിരുന്നു. എന്ത് മനോഹരമായിട്ടായിരുന്നു ആ ബലി പങ്കുകൊണ്ടെന്നറിയാമോ? എന്നാൽ അയാളൊരു വിദേശിയനാണ്, ഇന്ത്യക്കാരനാണ്. അത് ഇവന്റെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ല, നമ്മുടെ ഭാഷ അറിയാത്തവനാണല്ലോ. ആ ചിന്താഗതിയില്ല. ഇതിനെല്ലാം ഉപരിയായിട്ട് ഈശോയുടെ ബലി, ഈശോ തന്നെ മുറിച്ചു തരുന്ന ആ അനുഭവം കാണാൻ, അതിൽ സംബന്ധിച്ച് അവരെ തന്നെ മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, ഇതാണ് അത്. ദിവബലിയിൽ നിന്നാണ് ആ ശക്തി അവർക്ക് കിട്ടുന്നത് എന്നെനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സഹോദരൻ പറഞ്ഞ പോലെ എന്റെ അച്ഛനെ കാരിശ്വാനിൽ കുർബാന ചൊല്ലുന്നത് കണ്ടു. അതുവരെ കുർബാനയുള്ള ഭക്തിയും വിശ്വാസം എനിക്ക് അല്പേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുർബാനയിൽ വെച്ച് എന്റെ ഹൃദയം കത്തി ജ്വലിച്ചു. അച്ഛൻ വിശുദ്ധ കുർബാന ഉയർത്തിയപ്പോഴും അതിനുശേഷം മുറിച്ച് അതിന്റെ ഒരു ഭാഗം രക്തവുമായി കലർത്തിയപ്പോഴും എനിക്ക് വലിയ അനുഭവമായിരുന്നു. അത് നേരിട്ട് ഭാഗ്യ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. അത് ഉള്ളിലേക്ക് എന്റെ ആന്തരിക കണ്ണിനെ തുറപ്പിച്ചു. എനിക്ക് ഈശോ, ദിവ്യകാരുണ്യ ഈശോയുമായി അടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഏത് കുർബാനയ്ക്ക് പോയാലും, അതായത് സീറോ മലബാറിന്റെ കുർബാനയോ രത്തിൻ കുർബാനയോ മലങ്കരയോ എനിക്ക് പ്രശ്നമല്ല. പിന്നെയോ ഞാൻ കുർബാനയിലാണ് പ്രശ്നം. ആ കുർബാനയിൽ അലിഞ്ഞു ചേരും. അവിടുന്ന് ഈശോയെ സ്നേഹിക്കാൻ, എന്റെ ഭാര്യയും മക്കളെയും സ്നേഹിക്കുവാൻ, ആ സാക്ഷ്യത്വമുള്ള ഒരു ജീവിതം
ഒരു സാക്ഷീകരണ ജീവിതം ജീവിക്കാൻ എനിക്ക് കഴിയുന്നു. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഇതുവരെ എന്നെ ഒന്നിനും കള്ളക്കേശൊന്നും ആരും പിടിക്കേണ്ടി വന്നിട്ടില്ല. സത്യസന്ധതയിൽ ജീവിക്കാൻ എനിക്ക് ഇന്നുവരെ കഴിഞ്ഞു. അത് ഞാൻ റിട്ടയർ ചെയ്തു, പെൻഷനിലാണെങ്കിലും ഇപ്പോഴും ഗവൺമെന്റ് എന്നെ ഉപയോഗിക്കുകയാണ്. അത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട്. അതെല്ലാം വിശുദ്ധ കുർബാനയിൽ കിട്ടിയ അനുഗ്രഹമാണ്. എന്നോട് സംസാരിച്ചപ്പോൾ വിശുദ്ധ കുർബാനയെ പറ്റി ഒരു 20 തവണയോ 25 തവണയോ പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞ അച്ഛാ, ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദ യൂക്കറിസ്റ്റ്, സോ ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു. അച്ഛാ, വിശുദ്ധ കുർബാനയെ ഞാൻ പ്രേമിച്ചു, അന്നു മുതൽ അച്ഛനെയും പ്രേമിക്കാൻ തുടങ്ങി എന്ന്. അത് ജീവിതത്തിന്റെ കേന്ദ്രം വിശുദ്ധ കുർബാന. അത് നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിൽ പള്ളിയിൽ പോകുന്ന ഒരു ചുരുക്കം. പള്ളി കുർബാനയ്ക്ക് പോകാൻ ആഗ്രഹമില്ല, എല്ലാം ഓൺലൈനാക്കി. ഇങ്ങനെ പോയി ഞാൻ കുറ്റമൊന്നും പറയുകയല്ല. അതിന്റെ കുറവ് ഓരോ വ്യക്തിയും കുടുംബവും സമൂഹവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള ഇപ്പം മനസ്സിലായില്ല അവര്. അതുകൊണ്ടാണ് ആ മുറിച്ചു കൊടുക്കുന്ന സ്നേഹം, ഈശോയുടെ ആ മുറിച്ചു കൊടുക്കുന്ന സ്നേഹം അനുദിനം ബലിയിൽ കാണുന്നു. അപ്പോൾ അവരും പോയി അനുദിനം മുറിച്ചു കൊടുക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ സത്യമാണോ പറഞ്ഞതെന്ന് മനിലായിൽ ജോലി ചെയ്യുന്ന വൈദികരോടോ കന്യാസികളോടോ അവിടെ ജോലി ചെയ്യുന്ന ചില ചുരുക്കം മലയാളികളുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അത് എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബത്തെ കാണുകയുണ്ടായി. അവരും ഇത് തന്നെ സാക്ഷ്യപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ വളരാം, പങ്കുവയ്ക്കുന്ന സ്നേഹം അനുഭവിക്കാം. ഈ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ കർത്താവ് അത് നമുക്കായിട്ട് ഒരുക്കി നിധിയുണ്ടാക്കി വയ്ക്കും. സ്വർഗം പണിയാണ്. അപ്പം മരിക്കാൻ പേടിക്കണ്ട. അത് ഈ വീട് വിട്ടുപോകാൻ പേടിക്കണ്ട, ഈ മുതൽ വിട്ടുപോകാൻ പേടിക്കണ്ട, ഇവിടുത്തെ ബന്ധങ്ങൾ വിട്ടുപോകാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. അതായത് എനിക്ക് അത് ഇവിടെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തതെല്ലാം അവിടെയുണ്ട് മുകളിൽ. ഞാൻ ചെല്ലുമ്പോൾ കർത്താവ് എന്നോട് പറയും, നീ കുടിക്കാൻ കൊടുത്തു, നീ തിന്നാൻ കൊടുത്തു, രോഗിക്ക് വേണ്ടി കൊടുത്തു, കടം വീട്ടിൽ കൊടുത്തു, വരൂ ആ അനാദി മുതൽ ഒരുക്കിയിരിക്കുന്ന എന്റെ അടുക്കിലേക്ക്, സ്വർഗത്തിലേക്ക്. അത് നമുക്ക് വ്യത്യസ്തത വേണം. നമുക്കും നല്ല മാതൃകകൾ അനുകരിക്കണം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.